എല്ലാവർക്കും നമസ്കാരം. അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലേക്ക് പുതിയൊരു രാഷ്ട്രവും ഉക്രൈൻ പ്രസിഡന്റിന്റെ വാഗ്ദാനമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും ഗൾഫ് കൺട്രികളെ തങ്ങളുടെ സൈനികരെ വിട്ട് സംരക്ഷിപ്പിക്കാമെന്നാണ് ഉക്രൈന്റെ വാഗ്ദാനം. നമുക്കറിയാം, തുടർച്ചയായി കഴിഞ്ഞ 4 വർഷമായിട്ടും ഉക്രൈൻ റഷ്യയുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് ഇപ്പോൾ ഗൾഫിനെ സഹായിക്കുവാനായിട്ട് വരാൻ പോകുന്നത്. അതിന് ഉക്രൈൻ പറയുന്ന വാദം എന്താണെന്ന് വെച്ചാൽ, റഷ്യ തങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഡ്രോണുകളെല്ലാം ഇറാൻ നിർമ്മിതമാണ് എന്നും ഇറാൻ നിർമ്മിതമായ ഡ്രോണുകളാണ് റഷ്യ ഉക്രൈനിലേക്ക് പ്രയോഗിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി തങ്ങളുടെ സൈനികർ അത് വളരെ വിദഗ്ധമായി അതിനെ നേരിട്ട് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് അതിനുള്ള ഒരു അവകാശവാദമായിട്ട് ഉക്രൈൻ പറയുന്നത്. അതുകൊണ്ട് തങ്ങളുടെ സൈനികരെ ഗൾഫ് മേഖലയിലേക്ക് വിട്ട് ഗൾഫിലുള്ള സൈനികർക്ക് ഇറാന്റെ ഡ്രോണുകളെ നേരിടാനുള്ള പരിശീലനം നൽകുകയും കൂടാതെ ഗൾഫ് മേഖലയിലുള്ള എണ്ണപ്പാടങ്ങൾക്കും കപ്പൽ ചാലുകൾക്കും പോർട്ടുകൾക്കുമെല്ലാം തങ്ങളുടെ വിദഗ്ധരായ സൈനികരുടെ സേവനം നൽകി ഇറാൻ തൊടുത്തുവിടുന്ന ഗൾഫ് മേഖലയിലേക്ക് തൊടുത്തുവിടുന്ന ഡ്രോണുകളിൽ നിന്നും സംരക്ഷണം നൽകാമെന്നുമാണ് ഉക്രൈൻ നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഇതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന വലിയൊരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉക്രൈന്റെ വാഗ്ദാനം എങ്ങാനെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ച് ഇറാനെതിരെ ഇറാൻ തൊടുത്തുവിടുന്ന ഡ്രോണുകളെ നിർവീര്യമാക്കുവാനായിട്ട് ഉക്രൈൻ സൈനികരുടെ സേവനം ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ യുദ്ധത്തിൽ പ്രത്യക്ഷമായി പങ്കെടുക്കാതെ പരോക്ഷമായി വാക്കാൽ മാത്രം ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യ പ്രത്യക്ഷമായി ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അതിഭീകരമായ ഒരു യുദ്ധത്തിലേക്ക് ഈ ലോകത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. റഷ്യ എങ്ങാനെങ്കിലും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയും പങ്കെടുത്തിരിക്കും. ചൈനയും റഷ്യയും ഇറാനെ സഹായിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അടുത്തത് കൊറിയയും എത്തും. അങ്ങനെ ഒരു വേൾഡ് വാറിലേക്ക് വരെ ഇത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉക്രൈന്റെ ആ വാഗ്ദാനം ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാവർക്കും നമസ്കാരം.